ബോളിവുഡ് ഒരു അണ്ടർ റേറ്റഡ് ജെം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. ദ സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാവോ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇതന്നെയാണോ എന്ന് എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. ഇത് വേണമെങ്കിൽ നമുക്കൊരു മാസ്റ്റർ പീസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പടമാണ്. അണ്ടർ റേറ്റഡ് ജെം എന്ന് പറയാൻ കാരണം ഈ സിനിമയെ പറ്റി ആരും അധികം പറയുന്നത് കേട്ടിട്ടില്ല. 2019 ഗള്ളി ബോയ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ഗള്ളി ബോയ് തന്നെയാണ് ഈ സിനിമയും. അന്ന് ഗള്ളി ബോയ് കണ്ടപ്പോ ദേ മെയ്ഡ് us fall in love with rap songs. സോ ഈ സിനിമ കണ്ടു കഴിഞ്ഞു വെച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി fall in love with സിനിമ എന്ന് ഞാൻ പറയുള്ളൂ. അത്രയും കിടിലം പടമാണ്. 6 ഫ്രണ്ട്സിന്റെ കഥ പറയുന്ന സിനിമയാണ്. സോ ഇതിൽ എല്ലാം പിള്ളേരാണ് അഭിനയിച്ചിരിക്കുന്നത്. വലിയ ആക്ടേഴ്സ് ഒന്നുമില്ല. കൊച്ചു പടം 2 മണിക്കൂറിന്റെ. ആദർശ് ഗൗരവ് ആണ് ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആളെ അറിയാത്തവർക്ക് രാജ്കുമാർ റാവുവിന്റെ വൈറ്റ് ടൈഗർ പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അതിൽ ആ ഡ്രൈവറായിട്ടും വില്ലനായിട്ടും ഒരു പയ്യൻ വരുന്നില്ലേ, അതേ പയ്യൻ തന്നെയാണ്. പട്ട പെർഫോമൻസ് ആണ്. പെർഫോമൻസ് വൈസ് ഈച്ച് ആൻഡ് എവറി വൺ പടാന്നേ പറയാൻ പറ്റൂ. ഭയങ്കര ഫീൽ ഗുഡ് വൈബിൽ പോണ ഒരു പടമാണ്. അതേപോലെ തന്നെ ഈ സിനിമ നിങ്ങൾ കാണേണ്ടത് വെച്ചാൽ ബി റെഡി ടു ക്രൈ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇമോഷണൽ സീൻസ് എന്തായാലും കരയിപ്പിക്കും. സോ ഈ 6 ഫ്രണ്ട്സ് അവരെല്ലാവരും ഓരോരോ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിൽ നമ്മുടെ ആദർശ് ഗൗരവിന് ഒരു വീഡിയോ പാർലർ ഉണ്ട്, അതായത് തിയേറ്റർ. 1997 കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അവര് ഈ ചാർലി ചാപ്ലിന്റെ പടങ്ങളും ബ്രൂസ് ലീയുടെ പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അവിടുത്തെ ആൾക്കാർക്കൊന്നും അത് വലിയ ഇഷ്ടാവുന്നില്ല. വേറെ തിയേറ്ററിൽ ഹിന്ദി പടത്തിന് ആള് കയറുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും വെച്ചാൽ ഒരു 4-5 പടത്തിലെ ഓരോ പോർഷൻസ് കട്ട് ചെയ്ത് ഒരു ടിക്കറ്റ് എടുത്താൽ 4 പടങ്ങൾ കാണാന്നുള്ള രീതിയിൽ ഇറക്കും. അതെന്ത് ചെയ്യും വെച്ചാൽ ഒരു പാരഡി പടം പോലെ ഇറക്കണോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും, നല്ല കളക്ഷനും കിട്ടും. പക്ഷെ ആ സമയത്താണ് പോലീസുകാർ പൈറസി ഇഷ്യൂസ് വന്നിട്ട് തിയേറ്ററൊക്കെ തല്ലിപ്പൊളിക്കും. അപ്പോഴാണ് ഈ പയ്യന്റെ ഒരു ഐഡിയ വന്നത്, എന്തിന് വല്ലവന്റെ പടം നമ്മൾ ഇറക്കണം, നമുക്ക് വന്നിട്ട് ഈ മാലേഗാവത്തെ ആൾക്കാരുടെ കഥ പറയാൻ വേണ്ടിട്ട് ഷോലെ സിനിമയുടെ പാരഡി ഇറക്കി വിടും. പിന്നെ അത് സക്സസ് ആവോ ഫെയിലിയർ ആവോ കളക്ഷൻ കിട്ടുമോ എന്നൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. സോ ഇമോഷണൽ സീൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതേപോലത്തെ ഇവർക്ക് സിനിമ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഭയങ്കര ഒരു ഫീല് തരുന്ന പടം. വേണമെങ്കിൽ നമുക്ക് ഒരു 5-6 വട്ടം ഇരുന്ന് കാണാം. അത്ര കിടിലം പടമായിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. സോ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമയുടെ ഒരു ഭാഗമാണ് നമ്മൾ തോന്നൽ വരും. ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്ന സിനിമയാണ്. ആ ഒരു തോന്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രസത്തിൽ കണ്ടിരിക്കുക. സോ ഇവര് സിനിമ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നും ഇനി ഇത് ഹിറ്റാവോ ഇല്ല എന്നുള്ള, അവരെക്കാളും കൂടുതൽ ടെൻഷൻ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുക. ആൻഡ് പെർഫോമൻസ് വൈസ് ഈച്ച് ആൻഡ് എവറി വൺ അടിപൊളിയാണ്. ചില ബ്രേക്കപ്പ് സീൻസും അതിനൊത്ത, അതായത് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെയാണ്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത് ബി പ്രിപ്പയർഡ് ടു ക്രൈ എന്ന്. ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ്സിൽ കാണിക്കുന്നുണ്ട് ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്, അവരിപ്പോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണുമ്പോൾ പിന്നെയും സങ്കടം വരും.